ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഇവിടെ ഒരു ടിരാമിസു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കേക്കിൻ്റെ ബേസ് ഒന്നും ബേക്ക് ചെയ്യുന്നില്ല. ഞാനിവിടെ ഫുഡ് ബേസിക്സിൽ കിട്ടുന്ന ആ ബിസ്ക്കറ്റ് മേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് അത് ഞാനതൊന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ ക്രീം ഇട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനിവിടെ കാനഡയിൽ സ്റ്റുഡൻ്റായി വന്ന സമയത്ത് 2021 വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിവിടെ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കയറിയത് ഇവിടുത്തെ ഒരു വലിയ കേക്ക് ഫാക്ടറിയിലാണ്. അപ്പം നമ്മൾ ആ കേക്ക് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ കേക്കുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒത്തിരി എങ്ങനെ അത് സ്പ്രെഡ് ചെയ്യണം അതൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റൊന്നും ആവുന്നില്ല. മേ ബി എൻ്റെ കയ്യിൽ ആ നൈഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അന്നേരം നമ്മൾ ഒരു മിനിറ്റിൽ 7-8 കേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടുമായിരുന്നു. അത്രയും ഫാസ്റ്റായിട്ടായിരുന്നു. കാരണം 1 hour 420 കേക്ക്സൊക്കെ ഉണ്ടാക്കുന്ന അതാണ് ഒരു മിനിമം ലൈൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കേക്ക്സൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ലെയറും കൂടെ ആ ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു ലെയർ ക്രീമും കൂടെ ഇട്ട്, ചീസ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ചീസ് ക്രീമും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പോവാണ്. മുന്നേ പറഞ്ഞ പോലെ എൻ്റെ സ്പ്രെഡിങ് എന്തായാലും പ്രോപ്പർ ആവുന്നില്ലെന്ന് മനസ്സിലായി. അപ്പം എന്തായാലും പറ്റുന്ന പോലെ ഒന്ന് ലെവലാക്കി എടുക്കാൻ നോക്കുകയാണ്. അപ്പം ഞങ്ങൾ അന്ന് കേക്ക് ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ കൂടെ ഒത്തിരി ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പം ഒരു ലൈനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആരും തന്നെ കേക്ക് ബേക്ക് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും ഉള്ളവരായിരുന്നില്ല. എന്നാൽ അവരെല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുമ്പം ഡെൻറ്റിസ്റ്റ്, പിന്നെ ഫാംഡിക്കാർ, പിന്നെ എൻജിനീയേഴ്സ്, അങ്ങനെ എല്ലാവരും നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ആയിരുന്നു. എങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു സർവൈവൽ ജോബായിട്ട് പാർട്ട് ടൈമായിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളും ഇങ്ങനെ കാനഡയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് സർവൈവൽ ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ മെൻഷൻ ചെയ്യണേ കമൻറ്റിൽ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാനത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. നന്നായിട്ടത് പറയാൻ പറ്റത്തില്ല, ഒരു അത്യാവശ്യം ഒന്ന് ലെവലാക്കി എടുത്തു. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ആ ചോക്ലേറ്റ് ഒന്ന് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അതൊന്ന് ഈവൻലി എല്ലായിടത്തും ആഡ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് അപ്പം അത് ഞാൻ ചോക്ലേറ്റ്സ് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, സർവൈവൽ ജോബ്സ് നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ സ്റ്റുഡൻ്റൊക്കെ ആയിട്ട് പോയി ചെയ്തിട്ടുള്ള ജോബ്സ്. താങ്ക് യു.